ആഗോള കത്തോലിക്ക സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ യഥാർത്ഥ ചൈതന്യം ഇതാ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അതിന് തെളിവായിട്ട് 6 ദിവസങ്ങൾക്ക് മുമ്പ് ഇക്കഴിഞ്ഞ ഒക്ടോബർ 26-27 തീയതി വത്തിക്കാനിൽ കർദിനാൾ ബ്രൂക്കിന്റെ നേതൃത്വത്തിൽ ലിയോ 14 മാർപ്പാപ്പയുടെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് സഭയിലുണ്ടായിരുന്ന ആഗോള ലത്തീൻ സഭയിലുണ്ടായിരുന്ന ലത്തീൻ കുർബാന ഏറ്റവും ആഘോഷമായി നടത്തപ്പെട്ടു. സമ്പൂർണമായും അൾത്താരയ്ക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ആഘോഷമായ ധൂപാർപ്പണത്തോടു കൂടിയ ആ പരിശുദ്ധ കുർബാനയ്ക്ക് 2.5 മണിക്കൂർ സമയം എടുക്കുകയും ചെയ്തു. അതേസമയം ഇന്നലെ കർദിനാൾ ബുള്ളർ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം കൂടി തരുന്നുണ്ട്. അതായത് സഭയ്ക്ക് പുരോഗമനത്തിന്റെയും കാലോചിതമായ മാറ്റത്തിന്റെയും ഒക്കെ പേരിൽ അതിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രസംഗം. അതിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തേത്, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ആഗോള കത്തോലിക്ക സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ശരിയായ ചൈതന്യത്തെ ഇതാ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അതായത് എല്ലാ കൗൺസിലുകളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സഭയുടെ നവീകരണം. അതിൽ 2 ലോകമഹായുദ്ധങ്ങളിലൂടെ ലോകം, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ് വരുന്ന ആ കാലഘട്ടത്തിൽ ഇതാ പെട്ടെന്ന് വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചു. ആ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ലക്ഷ്യം എന്താണ്? സഭയുടെ നവീകരണം. എങ്ങനെ? ആരാധന ക്രമത്തിലൂടെ. ഇത് വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാരൂപി രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ ആഗ്രഹിച്ചത് ആരാധന ക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണമാണ്. അതുകൊണ്ടാണ് വളരെയധികം പഠനങ്ങൾക്കൊക്കെ ശേഷം, ചർച്ചകൾക്കൊക്കെ ശേഷം രണ്ടാം വത്തിക്കാൻ കൗൺസിലെ ആദ്യം പ്രസിദ്ധീകരിച്ചത് ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രബന്ധമാണ് ആദ്യം സുദീർഘമായ പഠനങ്ങൾക്ക് തിരുത്തലുകൾക്ക് ശേഷം സഭ പ്രസിദ്ധീകരിച്ചത്. ഇവിടെ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് എല്ലാവരും പറയുന്നത് ആൾക്കാർ സിനഡാലിറ്റിയാണ്. സഭയിൽ സിനഡാലിറ്റി ഒന്നും ഇല്ലാത്തതുപോലെയാണ് പറയുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ എല്ലാ ഡോക്യുമെന്റ്സും, പ്രമാണരേഖകളും ആഗോളതലത്തിലുള്ള പഠനങ്ങൾ നടത്തി റിപ്പോർട്ടുകൾ ശേഖരിച്ച് അത് സമർപ്പിച്ച് വീണ്ടും തിരുത്തലുകൾക്ക് വിധേയമാക്കി വോട്ട് ചെയ്തുകൊണ്ടാണ് അത് പാസ്സാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സിനഡാലിറ്റി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പുണ്ട്. അത്രേ ഉള്ളൂ. വിഷയം അതല്ലല്ലോ ഇപ്പോൾ. വിഷയം രണ്ടാം വത്തിക്കാൻ കൗൺസില് ആഗ്രഹിച്ചത് ആരാധനക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണം. അതുകൊണ്ട് ആരാധനക്രമത്തെക്കുറിച്ചുള്ള ഡിഗ്രി തന്നെ ആദ്യം, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആദ്യം പ്രസിദ്ധീകരിച്ചു. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സംഭവിച്ചത് എന്തായിരുന്നു? സംഭവിച്ചത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രി ലേഖനത്തിൽ 10ാമത്തെ നമ്പർ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, സഭയിൽ ഉണ്ടായത് ആരാധനക്രമത്തെ ചുരുക്കുന്ന പ്രവണതയാണ്. ആരാധനക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണം എന്നതിന് പകരം ആരാധനക്രമത്തെ ചുരുക്കുന്ന പ്രവണത, പ്രത്യേകിച്ച് ബലിയുടെ ചൈതന്യം, ഇത് വെറും ഒരു വിരുന്നാണെന്ന് പഠിപ്പിച്ചു. ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പ്രാധാന്യത്തെയും കളഞ്ഞ് ബലിവേദികളെ വചനവേദികളായിട്ട് തരം താഴ്ത്തി. എക്യുമെനിസത്തിന്റെ പേരിലാണ് ഇത് സംഭവിച്ചതെങ്കിലും പരിശുദ്ധ കുർബാനയുടെ സമ്പത്ത് സഭയ്ക്ക് നഷ്ടമായി. ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രി ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ തെറ്റാണ് ഇവിടെ സംഭവിച്ചു പോയത്. പിന്നീട് ജനാഭിമുഖ ബലിയർപ്പണത്തിലൂടെ വളരെയധികം തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ആ ചാക്രി ലേഖനത്തില് കൃത്യമായിട്ട് പറയുക, അബ്യൂസസ് കോസ്റ്റ് കൺഫ്യൂഷൻസ്, ദുരുപയോഗങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കി. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ശരിക്കും ആവശ്യപ്പെട്ടിട്ടുള്ളത് ബാഹ്യമായിട്ടുള്ളതായ ആരാധനക്രമത്തിന്റെ മാറ്റം എന്നതിനേക്കാൾ ആരാധനക്രമത്തിലൂടെ ഉള്ളതായ ആത്മീയ നവീകരണം എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായ ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നല്ല ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ വ്യത്യസ്തമായ പച്ചക്കറികൾ ഉണ്ടായിരിക്കണം, നല്ല മസാല ഉണ്ടായിരിക്കണം. അതെല്ലാം ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്നതാണ് നല്ല ഒരു സാമ്പാർ എന്ന് പറയുന്നത്. കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ കഷ്ണങ്ങളും ഇടേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട്, എല്ലാ മസാലകളും ചേർക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട്
കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കുറച്ച് മാങ്ങയും വെണ്ടക്കായും അരിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് ചുരുക്കിക്കൊണ്ട് ഒരു കറി, ഒരു സാധനം അങ്ങ് ഇറക്കി വെച്ചാൽ സാമ്പാറാവുമോ? ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയനുസരിച്ചുകൊണ്ട് കറി ഉണ്ടാക്കിയാൽ സാമ്പാറാവില്ല. എന്നതുപോലെ തന്നെ ഓരോരോ രൂപതകളില് ഓരോരോ പുരോഹിതനും വൈദികരും തങ്ങൾക്കിഷ്ടം പോലെ ചുരുക്കുകയും ഒക്കെ ചെയ്ത് തോന്നിയ മാതിരി കുർബാന അർപ്പിച്ചാൽ അത് കുർബാനയാകില്ല. അത് സഭയെ നാശത്തിലേക്ക് നയിക്കും. സഭയിൽ വീഴ്ചകളുണ്ടാവും, കുറവുകളുണ്ടാവും. അതാ സഭയിൽ സംഭവിച്ചു പോയത്. അത് തിരുത്താനായി മനോഹരമായും സുന്ദരമായും പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ളതായ ചാക്രി ലേഖനം വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ തരികയും ബെനഡിക്ട് മാർപ്പാപ്പയും ആ പ്രബോധനങ്ങളിലൂടെ മുമ്പോട്ട് പോയി. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ മനോഹരമായും വ്യക്തമായും ഈ കാര്യത്തെക്കുറിച്ച് 2022 ജൂൺ 29 പ്രസിദ്ധീകരിച്ച ദെസിദേരാവി എന്ന അപ്പസ്തോലിക കത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതില് 3-5 നമ്പറുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ സഭ പരാജയപ്പെട്ടു. കാരണം ആ ദൗത്യം മറന്നുപോയി. ആ ദൗത്യം പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അവഗണിച്ചു. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും വീഡിയോ ഇറക്കുന്നവരൊക്കെ ചെയ്യുന്ന വലിയൊരു പരിശുദ്ധാരൂപിക്കെതിരായ പാപമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ പ്രബോധനത്തെക്കുറിച്ച് ദെസിദേരാവി ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന പ്രബോധനത്തെക്കുറിച്ച് ഒന്നും പറയാനായിട്ടില്ല. അവിടെയാണ് തെറ്റ്. ആ പ്രബോധനത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് സഭയ്ക്ക് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളെ 2 കാര്യങ്ങളാണ്. ഒന്ന്, വിമർശന മനോഭാവം. എല്ലാം എനിക്കറിയാം എന്ന ചിന്തയിൽ എല്ലാവരും അങ്ങ് വിമർശിച്ചേക്കാം. അതിന് സെക്കുലർ സ്പിരിച്വാലിറ്റി എന്ന പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ആരാധനക്രമ അസ്വസ്ഥതകളുടെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ പ്രതീകത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു. ദ സെൻസ് ഓഫ് സിംബോളിസം ഇസ് ലോസ്റ്റ്. പ്രതീകത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് സഭ പറയുന്നത് പോലെ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അനുഭവപരമായ അറിവ് നൽകണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിലെ 37ാമത്തെ ഒരു നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പറയുക, സെമിനാരികളിലെ പ്രധാനപ്പെട്ട പഠന വിഷയം, ദൈവശാസ്ത്രപരമായ വിഷയം ആരാധന ക്രമത്തിലൂടെയാണ് ഏറ്റവും വലിയ ഉന്നതമായ അനുഭവപരമായ ദൈവശാസ്ത്രപരമായ പ്രബോധനം നൽകുന്നതെന്ന് പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ വത്തിക്കാനിൽ നടന്ന ആഘോഷമായ 2.5 മണിക്കൂറിന്റെ ലത്തീൻ ഭാഷയിലുള്ളതായ ആഘോഷമായ കുർബാനയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. 2ാം വത്തിക്കാൻ കൗൺസിൽ ചൈതന്യം ഇവിടെ വീണ്ടും കണ്ടെത്തുകയാണ്. അപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി ചുരുക്കമായിട്ട് വ്യക്തമാക്കട്ടെ. എന്തുകൊണ്ട് അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നു? കാരണം പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വർഗത്തിൽ തുടരുന്നതായ നിത്യമായ ആരാധനയിലേക്ക് സഭ സ്വർഗോന്മുഖമായിട്ട് പ്രവേശിക്കുന്നതാണ്. അത് പരിശുദ്ധ കുർബാനയാകുന്ന ആരാധനയാണ്. സിഹിയൻ ഊട്ടുശാലയിൽ പോലും ഈശോമിശിഹാ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ വാസ്തവത്തിൽ ചെയ്തതായിരുന്നു. കർത്താവിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാല് ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധനയാണ്. ഈ ആരാധനയാണ് ഈശോമിശിഹാ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പുരോഹിതന്റെ നേതൃത്വത്തിൽ ഭൂമിയിലെ സ്വർഗമാകുന്ന തിരുസഭയാകുന്ന സമൂഹം സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നു. അത് 2ാമത്തെ ആഗമനത്തിലുള്ള പ്രതീക്ഷയാണ്. കർത്താവിന്റെ ബലിയാണ് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നത്. ഈശോ ഗാഗുൽത്തായിൽ കിടന്നുകൊണ്ട് എന്താ പറഞ്ഞത്? പിടഞ്ഞു മരിക്കുന്ന സമയത്ത് പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതെ, ഇവിടെ പുരോഹിതന്റെ നേതൃത്വത്തില് സഭ എന്താ ചെയ്യുന്നത്? ഈശോമിശിഹായുടെ തന്നെ ബലി പുരോഹിതന്റെ കൈകളിലൂടെ സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് അത് സമ്പൂർണമായും അൾത്താരയ്ക്ക് അഭിമുഖമായി തന്നെ ആയിരിക്കണം. ആ ചൈതന്യത്തിൽ നമ്മൾ അകന്നുപോയി. മാത്രമല്ല, ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ വരുമ്പോൾ മൂല്യങ്ങളില്ലാതാകുന്നു. സ്വവർഗഭോഗം പോലും പുണ്യമായി മാറും. കൊലപാതകം എന്തുമാകാം. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. 2ാമത്തെ ഒരു കാര്യം, 2.5 മണിക്കൂർ സമയം. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓർക്കേണ്ട വളരെ ലളിതമായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തി സമ്പന്നനാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, സമൂഹത്തിലെ ഡോക്ടറാകട്ടെ, വക്കീലാകട്ടെ, കൃഷിക്കാരനാകട്ടെ,
എന്ത് ജോലിക്കാരനും ആയിക്കൊള്ളട്ടെ, ഇനി അമേരിക്കക്കാരനാവട്ടെ, ആഫ്രിക്കക്കാരനാവട്ടെ, അട്ടപ്പാടിക്കാരനാവട്ടെ, ഓസ്ട്രേലിയക്കാരനാവട്ടെ, ആരുമാവട്ടെ, അടിസ്ഥാനപരമായൊരു തത്വം മനുഷ്യൻ ദൈവത്തിന് അർഹമായ സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് അർഹമായ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർഹമായ സമയം കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയ? ദൈവത്തിന് മാറ്റം വരുത്താനല്ല, ദൈവത്തെ സ്തുതിച്ച് തമ്പുരാനെ മണിയടിച്ചിട്ട് അനുഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയല്ല. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള വലിയൊരു ആനുകൂല്യവും അവസരവുമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ആരാധന ക്രമത്തിലൂടെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ അവനിൽ മാറ്റമുണ്ടാകും, അവന് ആന്തരിക സൗഖ്യം കിട്ടുന്നു, അവനിലുള്ള പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറുന്നു. ഇതിനൊക്കെ ഒന്നാമതായിട്ട് വേണ്ടത് ആരാധന ക്രമമാണ്. സത്യത്തിൽ ഇന്നത്തെ മനുഷ്യന് പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയമില്ലേ? യാത്രാ സൗകര്യങ്ങളും സമ്പർക്ക മാധ്യമങ്ങളുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന സമയത്ത് ഇന്ന കാര്യം, ഇന്ന സമയത്ത് ഇന്നത്, അതൊക്കെ പറയാനോ അറിയാനുള്ളതായ സൗകര്യങ്ങൾ അവരോട് കൂടുതലായിട്ടുണ്ട്. സമയനിഷ്ഠമായിരിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ആധുനിക ലോകം മനസ്സിലാക്കേണ്ടത് ഇതാണ്. ലോകത്തിന് രക്ഷയുണ്ടാകുമോ? സഭയ്ക്ക് രക്ഷയുണ്ടാകണമോ? വ്യക്തിതലത്തിലും സഭാതലത്തിലും എന്ത് വേണം? ദൈവത്തിന് അർഹമായ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമയമെടുത്ത് ചെയ്യണം. ബാക്കി ദൈവം ചെയ്യും. ദൈവം നമ്മളോട് പറയുന്ന കാര്യം അതേ ഉള്ളൂ. ജെറിക്കോ വൻമതില് തകർക്കാനായിട്ട് ദൈവം അന്ന് ജോഷുവയോട് പറഞ്ഞത് എന്തായിരുന്നു? പുരോഹിതര് വാഗ്ദാന വേടമെടുത്തുകൊണ്ട് കാഹളം ഊതിക്കൊണ്ട് പ്രദർശനം വയ്ക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതെ, ബാക്കി ദൈവം ചെയ്യും. ഇന്നും അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, സഭാതലത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, യുദ്ധത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ഇസ്ലാം തീവ്രവാദികളുടേതായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുടെ പട്ടിക നീണ്ടു പോവുകയാണ്. എന്താണ് അതിനൊക്കെ ഉത്തരം? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേജുകളിൽ അടിസ്ഥാനം വിട്ടുകൊണ്ട് ഇതിനൊക്കെ ഉള്ളതായ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക. ബാക്കി ദൈവം ചെയ്തുകൊള്ളും. ഒരുപക്ഷെ അതിന്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ലളിതമായ, സുന്ദരമായ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത നാളിലെ ക്രിക്കറ്റ് കളിയിൽ സംഭവിച്ച കാര്യമാണ്. ഞാനത് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പുറപ്പാടുന്ന പുസ്തകം 14:14 ഉരുവിട്ടുകൊണ്ട് കളിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചു. അതെ, ദൈവത്തിന് അർഹമായ സമയം കൊടുക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. അതുപോലെ എന്തുകൊണ്ട് ലത്തീൻ ഭാഷ തന്നെ വേണമെന്ന് എന്തത്ര നിർബന്ധം? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ സുറിയാനി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. സുറിയാനി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു കാര്യം ഓർത്താൽ മതി. നമ്മളിൽ പലരും വിശുദ്ധനാട് സന്ദർശനത്തിന് പോകാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇന്ന് വിശുദ്ധനാടിനെ കുറിച്ച് വളരെ മനോഹരമായ സുന്ദരമായ CD കിട്ടും, അല്ലെങ്കിൽ പെൻഡ്രൈവിൽ കിട്ടും, അല്ല യൂട്യൂബിൽ കാണും, ഗൂഗിളിൽ കിടപ്പുണ്ട്. എന്തിനായി കാശും മുടക്കി അങ്ങോട്ട് പോകണം? വീട്ടിലിരുന്ന് കണ്ടാൽ പോരെ? അതല്ല, പോകണം. എന്തുകൊണ്ടാണ്? ഈശോ മിശിഹ ജീവിച്ച ആ സ്ഥലങ്ങളില് ഇന്നും ഈശോ മിശിഹായുടെ സാന്നിധ്യത്തിന്റെ ശക്തിയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ആത്മീയമായ ഒരു അനുഭവമൊക്കെ ഉണ്ടാകും. അത്ഭുതങ്ങൾ നടക്കും. ഞാൻ വിശുദ്ധനാട് സന്ദർശനത്തിന് പോയപ്പോൾ ഓർക്കുന്നുണ്ട്, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ആ കുളത്തിനരികെയുള്ള ദേവാലയത്തിൽ ബലിയർപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ മിശിഹ അന്ന് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഇന്നും ഇവിടെ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഈശോയുടെ ആ സൗഖ്യത്തിന്റെ ശക്തി ഇവിടെയുണ്ട്. ഈ കുർബാനയിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അന്ന് ആ കുർബാനയിൽ പങ്കെടുത്ത ഒരു സഹോദരൻ തന്റെ കൈവിരലുകള് വളഞ്ഞിരിക്കുള്ളായിരുന്നു, ശരിക്കിരിക്കില്ലായിരുന്നു. സൗഖ്യം കിട്ടി, ചെറിയ. അപ്പോൾ ഈശോ മിശിഹ ജീവിച്ച സ്ഥലത്ത് ഇന്നും ഈശോ മിശിഹായുടെ സാന്നിധ്യത്തിന്റെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് എന്നതുപോലെ ഈശോ മിശിഹ സംസാരിച്ച ഭാഷയിലും ആ സാന്നിധ്യമുണ്ട്. അതിന്റെ ലളിതമായ ഉദാഹരണമാണ് ഒരുപക്ഷെ ഹല്ലേലൂയ എന്ന ഗാനം. ഹല്ലേലൂയ എന്ന ആ പദം ഒരു ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദൈവിക സാന്നിധ്യമുണ്ട്, ദൈവിക ശക്തിയുണ്ട്. അത് കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സുറിയാനി ഭാഷയിലൂടെ പ്രത്യേകമായ ദൈവിക സാന്നിധ്യം ഉള്ളതുകൊണ്ട് പോലെ തന്നെ ലത്തീൻ ഭാഷയിലേക്ക് വരുമ്പോൾ, പക്ഷെ ലത്തീൻ ഭാഷയുടെ കാര്യം എങ്ങനെയാണ്? അതിനെനിക്ക് പറയാനുള്ള ഉത്തരം, ഒരിക്കല് പിശാചുക്കളെ പുറത്താക്കുന്ന ഒരു പുരോഹിതൻ, അത് വാട്സപ്പിൽ കിടപ്പുണ്ട്, വന്നിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ പേരൊന്നും കൃത്യം ഓർക്കുന്നില്ല. പിശാചിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു,
എന്തുകൊണ്ടാണ് ലത്തീൻ ഭാഷയെ ഇത്ര പേടി? ഇന്നും ലത്തീൻ ഭാഷയിൽ പ്രത്യേകമായി പിശാചുക്കളെ പുറത്താക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്ന ആ ഒരു പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്താണ് ഈ ലത്തീൻ ഭാഷയ്ക്ക് ഇത്ര പ്രത്യേകത? വാസ്തവത്തിൽ ലത്തീൻ ഭാഷ എന്ന് പറയുന്നത് റോമിലെ സാധാരണക്കാരായ അടിമകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് ഈ ലത്തീൻ ഭാഷയുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ, എന്തുകൊണ്ടാണ് പിശാചിനെ കൂടുതൽ ഭയം എന്ന് ചോദിച്ചപ്പോൾ പിശാച് പറഞ്ഞ ഉത്തരം, അത് സഭ അംഗീകരിച്ച സഭയുടെ ഔദ്യോഗികമായ ഭാഷയാണ്. ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈശോ മിശിഹായുടെ തുടർച്ചയും കൂദാശയുമായ സഭ ഔദ്യോഗികമായിട്ട് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ദൈവമാണ്, ഈശോയാണ് തീരുമാനിക്കുന്നത്. അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയുണ്ട്. അതെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ ലത്തീൻ ഭാഷ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ സഭ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധന ക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണത്തെ വീണ്ടും കണ്ടെത്തുകയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരമാവധി അവിടെ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ധൂപാർപ്പണം ഉണ്ടായിരുന്നു. ധൂപാർപ്പണം വളരെ പ്രധാനപ്പെട്ടതല്ലേ? എല്ലാ പ്രതീകങ്ങളും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ധൂപം. ഒരു പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, പകൽ സമയത്ത് ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിൽ സംരക്ഷിച്ചത് മേഘത്തോട് കൊണ്ടാണ്. ആ മേഘത്തിന്റെ അടയാളമാണ്, ആ മേഘം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണെങ്കിൽ ധൂപാർപ്പണം അതിന്റെ തുടർച്ചയാണ്. ധൂപാർപ്പണത്തിന്റെ പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേജുകളിൽ നിറഞ്ഞു കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ പ്രതീകങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, രക്ഷാരഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുക, അതാണ് പരിശുദ്ധ കുർബാനയുടെ അനുഭവം. അത് വീണ്ടും കണ്ടെത്താനായിട്ട് സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വീണ്ടും കണ്ടെത്തുന്ന വഴിയിലാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭ എത്തിയ സഭ. ഈ യാഥാർത്ഥ്യത്തിന് സുറമലബാർ സഭയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. സുറമലബാർ സഭയും പൗരസ്ത്യ ആരാധനാക്രമം അനുസരിച്ച് സമ്പൂർണമായും അൾത്താരയിലേക്ക് തിരിഞ്ഞ് സുറിയാനി ഭാഷയിൽ അർപ്പിച്ചിരുന്ന ആരാധനാക്രമമാണ് ഉണ്ടായിരുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പേരിലാണ് 62 ശേഷം ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. മാറ്റങ്ങൾ സംഭവിച്ച് സുദീർഘമായ വർഷങ്ങളിലെ 40-50 വർഷത്തോളം ഏകദേശം ഓരോ രൂപതയിൽ ഓരോ രീതിയിലുള്ള കുർബാനകൾ, ഓരോ പുരോഹിതനും ഓരോ പള്ളിയിൽ ഓരോ രീതിയിലുള്ള കുർബാനകൾ, അങ്ങനെ പോയപ്പോൾ അതിനൊരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് സൂറ മലബാർ സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞത്, സൂറ മലബാർ സഭയ്ക്ക്, പൗരസ്ത്യ സുറിയാനി സഭയ്ക്ക്, കൽദായ സഭയ്ക്ക് ഒരു ആരാധനക്രമം വേണം, ഒരു പരിശുദ്ധ കുർബാന വേണം. അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായി. സമ്പൂർണമായും അൾത്താരയ്ക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കണമെന്ന് പറയുന്നവര് വിട്ടുവീഴ്ച തയ്യാറായി. അതുകൊണ്ട് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും പുരോഹിതൻ ജനങ്ങളെ തിരിച്ചു വിടുന്നു. സമ്പൂർണമായും ജനങ്ങളെ തിരിഞ്ഞു വെക്കണമെന്ന് വാദിക്കുന്നവര് അവിടെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. പരിശുദ്ധ കുർബാനയുടെ കൂദാശ ഭാഗം അത് പുരോഹിതൻ മധുബഹായ്ക്ക് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട്, ഇത് സഭയുടെ ഒരു സമമായ കുർബാന ക്രമമാണ്. അത് സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ്, സഭയുടെ ഐക്യത്തിന് വേണ്ടി. അതുകൊണ്ട് ലത്തീൻ സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ യഥാർത്ഥമായ ചൈതന്യം വീണ്ടും കണ്ടെത്തുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി സൂറ മലബാർ സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രത്യേകമായി സഭ സുദീർഘമായ വർഷങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷം എടുത്ത സമമായ കുർബാനയിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.